വിവാദ പരാമർശങ്ങളിൽ ശശി തരൂരിനെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല. വിവാദങ്ങളെ അവഗണിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. തരൂർ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കേണ്ടതില്ലെന്നും തീരുമാനമായി. കേരളത്തിലെ നേതാക്കളോടൊപ്പം വിഷയത്തിൽ തുടർ പ്രതികരണങ്ങൾ വേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി നിർദ്ദേശം നൽകി. കോൺഗ്രസിന് കേരളത്തിൽ ഒരു നേതാവിന്റെ അഭാവമുണ്ടെന്നും പാർട്ടിക്ക് തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാമെന്നും അല്ലെങ്കിൽ തന്റെ മുന്നിൽ വേറെ വഴികളുണ്ടെന്നുമായിരുന്നു ശശി തരൂരിന്റെ പ്രസ്താവന. ദ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വർത്തമാനം എന്ന മലയാളം പോഡ്കാസ്റ്റിലായിരുന്നു തരൂരിന്റെ പ്രതികരണം. പിന്നാലെ തരൂരിന്റെ പേര് പരാമർശിച്ചും പരാമർശിക്കാതെയും കോൺഗ്രസ് നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരാളെയും സൈഡ് ലൈൻ ചെയ്യില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. നന്മയുള്ള വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും. കേരളത്തിലെ നേതൃത്വത്തിലും ഐക്യം ഊട്ടിയുറപ്പിക്കാൻ താൻ ഒരു പക്ഷത്തിന്റെയും ഭാഗമല്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. 4 വട്ടം തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ച തനിക്ക് ജനപിന്തുണയുണ്ടെന്നും രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വികസനം സംബന്ധിക്കുന്ന തന്റെ സ്വതന്ത്ര നിലപാടുകളെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെന്നും തരൂർ പോഡ്കാസ്റ്റിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസ് സ്ഥിരം വോട്ട് ബാങ്കിന് അപ്പുറത്തേക്കും ജനങ്ങളെ ആകർഷിക്കാൻ തയ്യാറാകണം. സ്വതന്ത്ര സംഘടനകൾ നടത്തിയ അഭിപ്രായ വോട്ടിംഗിൽ സംസ്ഥാനത്തെ മറ്റ് കോൺഗ്രസ് നേതാക്കളെക്കാളും നേതൃപദവിയിലേക്ക് തന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നതെന്നും തരൂർ പോഡ്കാസ്റ്റിൽ പറഞ്ഞു. പാർട്ടിക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ താൻ പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നും അങ്ങനെ അല്ലെങ്കിൽ തന്റെ മുൻപിൽ മറ്റു വഴികളുണ്ടെന്നും തരൂർ വ്യക്തമാക്കി. കേരളത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ലെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. ശശി തരൂരിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് കൂടെ നിർത്തണമെന്നും അദ്ദേഹത്തിന്റെ സേവനം കോൺഗ്രസിന് ആവശ്യമാണെന്നും K മുരളീധരൻ അറിയിച്ചു. കേരളത്തിൽ ഇപ്പോൾ ചില രാജദാസന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്നും രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെയാണ് ചിലരെന്നുമായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. തരൂരിന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു വേണുഗോപാലിന്റെ മറുപടി. മുഖ്യമന്ത്രിക്ക് സ്തുതി പാടുന്ന മന്ത്രിമാരെയാണ് ഉദ്ദേശിച്ചതെന്നും പ്രസംഗം ദുർവ്യാഖ്യാനിച്ചുമെന്നും ആയിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് പിന്നാലെ വേണുഗോപാൽ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.